എന്ത് വരവാഹ ഇത്? ഇപ്പൊ ഇരിക്കുവായിരുന്നല്ലോ. കുറുപ്പിയേട്ടനില്ലേ അകത്ത്? എന്താ കാര്യം? അത് നേരിട്ട് പറയണ്ടതാ. അപ്പൂപ്പൻ ഇവിടുന്ന് പോയിട്ട് കുറച്ച് ദിവസമായി. വരുമ്പോ അറുമുഖം തമ്പി ഒന്ന് അന്വേഷിച്ചെന്ന് പറയണം. ഈ ഗബ്ബർ സിംഗുമായിട്ട് അപ്പൂപ്പൻ എന്താണ് ഇടപാട്? വല്യച്ഛനോട് പോകുന്ന കാര്യം പറഞ്ഞോ? ഞാൻ എങ്ങനെ പറയണമെന്നല്ലതേ ഈ പറയുന്നത്? പറഞ്ഞു പറ്റൂ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അല്ലിത്. വൈകിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ തിരിച്ചു വരുമ്പോ അങ്ങനെ ഇവിടെ കാണരുത്. എങ്ങനെയെങ്കിലും പ്രഭ പറഞ്ഞയച്ചോണം. വെറുതെ കുടുംബസമാധാനം കളയരുത്. അപ്പൂപ്പ അനങ്ങരുത്. സ്റ്റഡി സ്റ്റഡി. അപ്പൂപ്പ, അപ്പൂപ്പന്റെ മീശ എന്താ മേലോട്ട് നിക്കാത്തെ? പണ്ട് നിന്നിരുന്നു മോളെ. അപ്പൂപ്പ, ഞാൻ ഇതിങ്ങ് പറിച്ചെടുക്കട്ടെ? ആഹാ, നീ രാവിലെ മുതൽ അപ്പൂപ്പനോടാണല്ലോ. സ്കൂളിൽ പോണ്ടേ? ചെല പെട്ടെന്ന്. അവക്ക് നിന്റെ സ്വഭാവമാ. നീ ഇതുപോലെ കുസൃത്തനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അന്നൊക്കെ എന്റെ ഒന്ന് ശരിക്കും കിട്ടിയിട്ടുമുണ്ട്. എന്താടാ രാവിലെ ഒന്ന് കുടയുന്നേ? ഞാനൊരു വാദരോഗി. കൊണ്ടാടാ വാദം? എനിക്കല്ല, വാണിയംകുളം വരുന്ന പോണം. ഒരു വാദരോഗിയെ കാണാനുണ്ട്. വലിയ അതിന് അടുത്തല്ലയോ നമ്മുടെ അമ്മായി താമസിക്കുന്നത്? അമ്മായി ഉണത്താ. ഞാൻ ആലോചിച്ചത് പോകുന്ന വഴി അവിടെ നിന്ന് കയറിയാലോ. അതായത് നീ ഒന്ന് കയറി വിശേഷം തിരക്കുന്നത് നല്ലതാ. അവളോട് പറഞ്ഞാലേ എനിക്ക് പ്രത്യേകിച്ച് എനക്കേടൊന്നുമില്ലാന്ന് പോക്കോ. അല്ല, ഞാൻ ആലോചിച്ചത് വല്യച്ഛൻ കൂടെ എന്നോട് വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവുകയും ചെയ്യാം, ഒരുമിച്ച് തിരിച്ചു വരികയും ചെയ്യാം. എനിക്ക് വയ്യടാവേ, ബസ്സിൽ കയറാനും ആൾക്കാരെ ഇടി കൊള്ളാനും എനിക്ക് മേലടാവേ. ബസ്സിലല്ല നമ്മൾ പോകുന്നത്. രോഗിയുടെ ആൾക്കാര് ഒരു കാർ അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടേ. അങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് പോയാൽ എനിക്കൊരു കൂട്ടുമായി. എനക്ക് നിർബന്ധമാണോ എന്ന് പറഞ്ഞാൽ എത്ര നേരം വല്യച്ഛ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു വിചാരിച്ചിട്ടാ. ശരി, എന്നാ പെട്ടെന്ന് റെഡി ആയിട്ട്. പെട്ടെന്നൊന്നും ആകാൻ പറ്റില്ല. അതിന് അതിൻ്റെതായ സമയം എടുക്കും. എന്നാ വല്യച്ഛ ഇവിടെ ഇറങ്ങിക്കും. ഞാൻ രോഗിയെ നോക്കിച്ച് ഉടനെ ഇഞ്ഞു വരാം. നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം. ഡ്രൈവറെ, റോസ്റ്റ് വെച്ച് എന്റെ ബാഗ് എടുത്തോ. ബാഗോ? വലിച്ചെന്തിനാ ബാഗ് കൊണ്ടുവന്നേ? നീ തിരിച്ചു വിളിക്കാൻ വരികയല്ലെന്ന് എനിക്കറിയാം. വലിച്ച അത് ആ ശരി ശരി. അല്ല എന്റെ ഭഗവതി, ആരായി വരുന്നേ? ഇന്നലെ ഈ വല്യണ്ണന്റെ കാര്യം ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ. ഉണത്തെ അകത്ത് ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ. നിന്റെ കെട്ടിയൊരു മോനില്ലേ അവിടെ? അവര് മുങ്ങിയോ? അല്ല, മുങ്ങിക്കുളിക്കാൻ രണ്ടുപേരും പുഴയിലോട്ട് പോയിരിക്കുക. ഓഹോ, അപ്പൊ ഉടനെ തിരിച്ചെത്തും. താമസിക്കത്തില്ല. വന്നാലുടനെ ഞാൻ മങ്ങളിനെ വിട്ട് കുറച്ച് പുഴമീ വാങ്ങിപ്പിക്കാം. അത് വറക്കണോ കുടമ്പുളിയിട്ട് വെക്കണം. അവൻ കൊണ്ട് വന്ന കുടംപുളിയിട്ട് വറുത്തരച്ച് വെക്കേ. ഓ, അതാവുമ്പോ നാളത്തേക്കും കൂടെ എടുക്കാവല്ലോ. അല്ല, വല്യണ്ണൻ ഇത് എവിടെയായിരുന്നു? പ്രഭാകരന്റെ അങ്ങോ ദേവയാനിയുടെ അങ്ങോ? രണ്ടിടത്തും ഉണ്ടായിരുന്നു. ചെന്നില്ലേ പരാതി, ചെന്നാലോ തിന്നിട്ട് വിടത്തുമില്ല. പിന്നെയും പിള്ളേരെ കാണണമെന്ന് കുറെ ദിവസമായിട്ട് വിചാരിക്കുക. അവിടുന്ന് എന്നെ ഒന്ന് വിടണ്ടേടി. വല്യണ്ണൻ എന്തിനാ വയസ്സുകാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്നത്? ഉള്ളതിൽ പങ്കുപറ്റി ഇവിടെ അങ്ങ് കഴിയരുതോ? അതാ ഞാനും ഇപ്പൊ ആലോചിക്കുന്നേ. അയ്യോ, വല്യമ്മാവൻ വന്നേ. എത്തിയോ? അല്ല, വല്യമ്മാവ ഇതെപ്പോ വന്നു? അളിയൻ ആകെ അങ്ങ് ഓഞ്ഞു പോയല്ലോ. ഞാൻ ഓഞ്ഞിരുന്നാലെന്താ, അളിയൻ ചേർത്തിരിക്കുമല്ലയോ. ഇതിനി എന്നാ ചേർക്കാനാ? എന്തിനാടാ കുളിക്കാൻ പോകുമ്പോഴേ ഈ വേഷം? ഇവിടെ വെച്ചാ എപ്പോഴാ പരിപാടി വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ തയ്യാറായിരിക്കണ്ടേ? എന്റെ പുതിയ കഥ റെഡി ആയിട്ടുണ്ട്. മുക്കാബല. വല്യമ്മാവൻ കേട്ടില്ലല്ലോ. ഞാൻ പെട്ടിയെടുത്തോണ്ട് ഇപ്പൊ വരാം. ഓടിപ്പോ ഓടിപ്പോ, എളുപ്പം എടുത്തോണ്ട് വേടാവൂ. പോയി വരൂ, പോയി വരൂ, പോയി വരൂ. അയ്യോ, മതി മംഗള, നിർത്ത്. അത് ഇന്റർവെൽ ആയതല്ലേ ഉള്ളൂ. മതി, ഇനി നാളെ പറയാം. അളിയന് ഉറക്കം വരുന്നു തോന്നുന്നു അല്ലേ അളിയാ? വരുന്നളിയാ. ഇനി കുറച്ചു നേരം ഞാൻ ഹരികഥ പറയാം. അപ്പൊ ഉറക്കം താനേ പോകും. എനിക്ക് ഉറക്കം വരുന്നില്ല അളിയാ. അപ്പോഴച്ഛന്റെ ഹരികഥ കേട്ടാ മതി, താനെ ഉറക്കം വരും. എന്ന് നിന്നോട് ആരാടാ പറഞ്ഞേ? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ കേട്ടാൽ ഉറങ്ങുന്നവൻ ആണാണോടാ? കയ്യാലപ്പെടുത്തിക്കുന്ന തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പരുത്തിക്കണ അമ്മാവന് അച്ഛന്റെ ലീലാവിലാസം കേട്ട രക്തസമ്മർദ്ദം കൂടും, ആള് തട്ടിപ്പോവും. മറക്കാൻ കഴിയുമോ പ്രേമം? മനസ്സിൽ വരയ്ക്കും പറഞ്ഞ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയും അമ്മാവന്? എന്റെ ശ്രീപത്മനാഭ, അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹം ഞാൻ ആർക്കും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ എന്നോട് ഈ പരീക്ഷണം ഭഗവാനെ?
ആ ഭഗവാന്റെ പരീക്ഷണങ്ങളെ പറ്റിയാണ് എനിക്കും പറയുവാനുള്ളത്. കുരുക്ഷേത്ര ഭൂമിയാണ് രംഗം. അടർക്കളത്തിൽ അർജുനൻ അഗ്രഗണ്യനായി അടരാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ശിഖണ്ഡി ഭീഷ്മാചാര്യർക്കെതിരെ. എന്താ ഇത്? മണി 1:30 വല്യണ്ണനൊന്ന് കിടന്ന് ഉറങ്ങട്ടെ. ഉറക്കം പിന്നെയും ആവാമല്ലോ. ഹരികഥ അങ്ങനെയാണോ? ശ്രോതാക്കൾ കൂടുമ്പോൾ കഥ പറയുവാനുള്ള ഹരവും കൂടും. ആ ഉണ്ണിത്തെ, നീ ഇങ്ങോട്ട് ഇരി. ആ കൗസല്യ കൂടെ ഇങ്ങോട്ട് വിളിച്ചു. അവള് കിടന്ന് ഉറങ്ങി. ഓ, എനിക്ക് അവളോട് അസൂയ തോന്നുന്നു. അവൾക്ക് എങ്ങനെ ഇവിടെ ഉറങ്ങാൻ കഴിഞ്ഞു? വല്യമ്മ വിഷമിക്കണ്ട കേട്ടോ. മുക്കാല ബാക്കി ഞാൻ നാളെ പറഞ്ഞു. അത് പറ്റില്ല. ആദ്യം ഹരികഥ, അത് കഴിഞ്ഞ് മതി നിന്റെ മുക്കാലും കഴുക്കോലും ഒക്കെ. എന്നിട്ട് രണ്ടു പോയി കിടന്ന് ഉറങ്ങേ. എന്റെ മുക്കാലാണോ വലുത്, അച്ഛന്റെ ഹരികഥയാണോ വലുതെന്ന് ഞാൻ നാളെ കാണിച്ചു തരാം. നാളെ കാണിക്കാവിടാ. നിന്റെ ഒരു ഒടുക്കലത്തെ. ഓ, ഇനി വല്യണ്ണ സമാധാനായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിക്ക്. എന്റെ ശ്രീപത്മനാഭ, നാളെ ഇടിവെട്ടും പാമ്പ് കടിയും കൂടെ ഒരുമിച്ചാണല്ലോ. നീ എന്നെ രക്ഷിച്ചോണേ. എന്താ എന്തിനാ ഉണത്തെ നീ കരയുന്നേ? അണ്ണൻ എനിക്ക് മാപ്പ് തരണം. പാതിരായ്ക്ക് മാപ്പോ? എന്തിനാ ഉണത്തെ? ഞാൻ തെറ്റ് ചെയ്തു പോയി അണ്ണാ. ഈ വയസ്സ് കാലത്ത് നീ എന്തോ തെറ്റ് ചെയ്തു? കരയാതെ കാര്യം പറ ഉണത്തെ. എന്റെ 17ാമത്തെ വയസ്സിൽ 17ാമത്തെ വയസ്സിൽ എല്ലാ വെള്ളിയാഴ്ചയും ഹനുമാൻ കോവിലിൽ കരികഥ കേൾക്കാൻ പോയിപ്പോ വല്യണ്ണൻ എന്നെ വിലക്കി. എന്നിട്ട് ഞാൻ അനുസരിച്ചില്ല. അണ്ണന്റെ വാക്ക് കേൾക്കാതെ ആര്യതക്കാരന്റെ കൂടെ നീ ഇറങ്ങിപ്പോയി. അതെ അണ്ണാ, അത് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അണ്ണനെ എനിക്ക് മാപ്പ് തരണ അണ്ണാ. എന്താ നമ്മ ഇത്? മണി 2 മനുഷ്യന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടേ? ഈ ഹനുമാൻ കോവിലെ കഥ എത്ര പ്രാവശ്യമായിട്ട് വല്യമാനോട് പറയുന്നു. ഈ ബോധോദയം അച്ഛനെ കാണുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മംഗളം ചേട്ടൻ ഈ ഗതി വരുമായിരുന്നു. ചെല്ലേ, എനിക്ക് പോയി കിടന്നുറങ്ങപ്പോ. വല്യമാവൻ സമാധാനമായിട്ട് കിടന്നുറങ്ങിയത്. എന്റെ മോളെ, നീ വന്നത് നന്നായി. ഇനിയൊന്ന് കണ്ണടക്കട്ടെ. പറയാൻ തുടങ്ങിയ ഒരുപാട് പറയാനുണ്ട് എന്റെ അമ്മാവാ. എന്റെ പശുക്കടയും കാര്യവേ. എന്തായാലും എന്റെ ഇന്നത്തെ ഉറക്കം പോയി. പിന്നെ ശ്രീപത്മനാഭ, ഏതായാലും ഇത്തവണ മോളുടെ ബർത്ത്ഡേ കുറിച്ച് നല്ല രീതിയിൽ ആഘോഷിച്ചേ പറ്റൂ. കൂടെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സും സ്റ്റാഫും ഒക്കെ ബർത്ത്ഡേ എന്നും വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞ് എത്ര പാർട്ടിയാ തന്നിരിക്കുന്നത്. അപ്പൊ തിരിച്ചും നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടും ചെയ്യണം. അതാ മര്യാദ. അപ്പോ മോടെ ബർത്ത്ഡേക്കാൾ ഇമ്പോർട്ടൻസ് സഹപ്രവർത്തകരോടുള്ള കണക്ക് തീർക്കുക എന്നുള്ളതാണ്. ആയിക്കോട്ടെ, പക്ഷെ കാശ് കുറച്ച് ചെലവാകും കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയോടൊന്ന് മനസ്സിലായിക്കോണം. ഇതൊക്കെ വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. എല്ലാം ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ആ പിന്നെ ഇതൊന്നും നമ്മുടെ തറവാട്ടുകാർക്ക് രസിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഇത്തവണ ബന്ധുക്കൾ ആരും വേണ്ട. ഇല്ലത് എന്താ ഈ പറയുന്നത്? ഇത്രയും വിപുലമായൊരു ഫംഗ്ഷൻ നമ്മൾ നടത്തുമ്പോൾ അവരെ വിളിക്കാതിരിക്കുന്ന മോശമല്ലേ? എന്ത് മോശം? മോശമാണ്. ആ പ്രഭയ്ക്ക് അവരൊക്കെ കൂടിയേ തീരുമെങ്കിൽ ആയിക്കോ. പക്ഷെ മാന്യമാര് വരുന്ന സ്ഥലമാ. ആ കിളവനെ മാത്രം അങ്ങോട്ട് കെട്ടിയെടുത്തേക്കരുത്. കിളവനല്ല, വല്യച്ഛൻ. ആ വല്യച്ഛനെങ്കിൽ വല്യച്ഛൻ. വല്യച്ഛൻ വരുമെന്നുള്ള പേടിയൊന്നും നിനക്ക് വേണ്ട. എത്ര ഗതികളുണ്ടെങ്കിലും കുറച്ചൊക്കെ അഭിമാനമുള്ള മനുഷ്യനാ. അന്ന് അപ്പച്ചന്റെ വീട്ടിൽ ഞാൻ കൊണ്ടാക്കിയത് മനഃപൂർവ്വമാണെന്നൊക്കെ വലിച്ച മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നീ അങ്ങോട്ട് ചെന്ന് ക്ഷണിച്ചാലും എന്റെ വല്യച്ഛൻ വരില്ല. ആ അകത്തേക്ക് കൊണ്ട് വെക്ക്. ആ കഴിഞ്ഞില്ലേ? അപ്പൊ മറക്കല്ലേ, ഞാൻ എല്ലാം റെഡിയാക്കിയാ വന്നേക്കണേ. പാർട്ടി കഴിഞ്ഞ ഉടനെ എന്റെ കഥാപ്രസംഗം. ആരാ പറഞ്ഞത് നന്നായിട്ടില്ലെന്ന്? അമ്മയൊക്കെ സുന്ദരിയായിട്ടുണ്ട്. നീ നടങ്ങി നിൽക്കേ. നിന്നെ ഒരുക്കിയിട്ട് വേണം അച്ഛൻ അങ്ങോട്ട് റെഡിയാവാൻ. അച്ഛന് അമ്മ പുതിയ ഷർട്ടൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇട്ട് പാർട്ടിക്ക് പോണ്ടേ? അത് മമ്മി വിളിച്ചിട്ടുള്ള VIPs ഒക്കെ വന്നു കഴിയുമ്പോ മമ്മി പറയുമ്പോ മോള് കേക്ക് എടുത്തിട്ട്. ഇതുവരെ റെഡി. അയ്യോ, ഞങ്ങൾ റെഡി. നേരെ എത്ര ഗസ്റ്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. മോളെ, അമ്മുക്കുട്ടിയെ. ഞാനായിട്ട് വല്യച്ചോട് പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞിട്ടില്ലല്ലോ. എന്നാ അങ്ങേര് വരാൻ പാടില്ല. ഇക്കാര്യത്തിൽ നിനക്കെന്തിനാ എത്ര വാശി? വല്യച്ഛൻ എവിടെങ്കിലും ഒതുങ്ങിയിരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങ് വെക്കുള്ളൂ. പിന്നെ ഒതുങ്ങുന്ന ഏനല്ലേ? എന്തെങ്കിലും കഴിക്കുന്നതാണല്ലോ പ്രശ്നം. അതിനെന്തിനാ അങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? ഇവിടെ കൊടുത്താ പോരെ? അഥവാ ഇനി അങ്ങേര് വരണമെന്ന് പ്രഭയ്ക്ക് നിർബന്ധമാണെങ്കിൽ ആയിക്കോ. പക്ഷെ ഞാൻ വരുന്നില്ല. ഇനിയുള്ള കാലം വല്യച്ഛനും മോനും കൂടെ അങ്ങ് ജീവിച്ചോ. ദീർഘായുസായിരിക്കട്ടെ. ഇനി മോക്ക അപ്പൂപ്പനൊരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് പറയാവോ? മിഠായി, കളിപ്പാട്ടം. അല്ല,
സുല്ല് സുല്ല് ആ അപ്പൂപ്പൻ കാണിച്ചു തരാം. അപ്പൂപ്പൻ വലിയ ഉടുപ്പ്. ഇനി ഇത് മോളെ നിട്ടോണ്ട് വന്നേ, അപ്പൂപ്പനൊന്ന് കാണട്ടെ. ഞാനിപ്പം വരാം അപ്പൂപ്പ. അച്ഛാ ഇത് നോക്കിയേ, അപ്പൂപ്പൻ നല്ല ഉടുപ്പാ. വല്യജോ, വല്യച്ഛൻ സമയത്ത് തന്നെ എത്തി കേട്ടോ. പോടാ, നീ വല്യച്ചാ കുല്യച്ചാന്നൊന്നും എന്നെ വിളിക്കണ്ട. ഈ കണ്ണി കണ്ട നാട്ടുകാരെ മുഴുവൻ എന്റെ അമ്മൂക്കുട്ടിയുടെ പിറന്നാൾ അറിയിച്ചപ്പോ നീ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? അറിയിച്ചില്ലേലും ഞാൻ വരും. അവിടെ പിറന്നാള് നിന്നേക്കാൾ ഓർമ്മയുണ്ടടായിരിക്കേ, കുംഭത്തിലെ മകം. എന്നാലേ ഞാൻ മനഃപൂർവ്വം വല്യച്ഛനെ വിളിക്കാതിരുന്നതാ. എന്താ കാര്യം നീ ഇതില്? എന്താ കാര്യം? ഹേമലത ബർത്ത്ഡേ പാർട്ടിക്ക് നാട്ടിലുള്ള സർവത്ര ഡോക്ടർമാരെയും കമ്പൗണ്ടർമാരെയും രോഗികളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അവക്ക് പൊങ്ങച്ചം കാണിക്കാനുള്ള ഒരു ഏർപ്പാടാ. ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ പോകുന്നേ. ഇനിയിപ്പൊ ഡോക്ടറമ്മയുടെ ഹസ്ബൻഡ് എവിടെയെന്ന പാർട്ടി ആരെങ്കിലും ചോദിച്ചാൽ അങ്ങ് മാനം പോകത്തില്ലയോ? അവിടെ എന്റെ വല്യച്ഛൻ വന്നാൽ ഒരു മൂലയിൽ ഒതുങ്ങി വായും നോക്കി നിൽക്കേണ്ടി വരും. അതെനിക്കിഷ്ടമല്ല. മാങ്കോയിക്കൽ അച്യുതക്കുറുപ്പ് വലിയ പടത്തലവന് കിട്ടേണ്ട ബഹുമാനം എവിടെ ചെന്നാലും കിട്ടണം. അതെനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. നീ ആ പറഞ്ഞ നേരാ. കുടുംബത്തിൽ നമുക്ക് എങ്ങനെയാകാം, പക്ഷെ നാട്ടുകാരുടെ മുമ്പിലുണ്ടല്ലോ നമ്മുടെ വില കാത്തേ പറ്റൂ. ഞാൻ വരുന്നില്ലടാവേ, നീ ചെല്ലേ. പ്രഭേ ഒന്നിങ്ങോട്ട് വന്നേ. ആ വിളി തുടങ്ങി. ഞാൻ പോയി തരാം. ചവനെ നോക്കി വെച്ചേ പോകാവേ. അതൊക്കെ കാലത്ത് ആര് നോക്കുന്നു? ചാകോന. അപ്പൂപ്പ അപ്പൂപ്പ നോക്കിയേ. ഓ എങ്ങനെയുണ്ട് അപ്പൂപ്പ? അപ്പൂപ്പൻ എന്തുവായി കാണുന്നേ? എന്റെ മോളൊക്കെ സുന്ദരിയായല്ലോ. എന്നാ നമുക്ക് പാർട്ടിക്ക് പോവാം. മീശ അപ്പൂപ്പന് വയ്യ മോളെ. അപ്പൂപ്പൻ വരുന്നില്ല, മോള് പൊക്കോ. വേണ്ട, അപ്പൂപ്പൻ വരുന്നില്ല, ഞാനും പോവാന്നില്ല. എന്താ മോളെ ഇത്? എന്താ നീ കാണിച്ചേ? ബർത്ത്ഡേക്ക് വരുമ്പോ അപ്പൂപ്പന്റെ ഈ മീശ കാണിച്ചു കൊടുക്കാന്ന് ഞാൻ ഷെറിനോട് ശാരിയോട് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൂപ്പന്റെ ഈ മീശ കാണാനും കഥ കേൾക്കാനും അവര് വരുന്നേ. മോളിങ്ങനെ സാക്ഷ്യം പിടിച്ച അപ്പൂപ്പൻ എന്തോ ചെയ്യും? അപ്പൂപ്പനെ, സമയം ആയി. വിളിക്കുന്നു, പോ. ഞാൻ പോകും. പോവാനല്ലേ പറഞ്ഞേ? പോ. അപ്പൂപ്പൻ വന്നില്ലെങ്കിലേ അപ്പൂപ്പനോട് ഞാൻ ഇനി മിണ്ടത്തില്ല. ശണ്ട. Happy birthday to you. Happy birthday, dear Ammu. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, dear Ammu. Happy birthday to you. ഇനി എന്റെ കഥാപ്രസംഗം തുടങ്ങട്ടെ കൊച്ചമ്മാവ? അതൊക്കെ സമയം വരുമ്പോ ഞാൻ പറയാം. തൽക്കാലം മിണ്ടായിരിക്കും. മിണ്ടാതിരുന്നിട്ട് എനിക്ക് സഹിക്കുന്നില്ല. പിറന്നാളിനെ കുറിച്ചുള്ള എന്റെ കഥ മുക്കാബില തുടങ്ങട്ടെ. പ്ലീസ്, നമുക്കിനി ഭക്ഷണത്തിലേക്ക് കിടക്കാം. വരൂ. അമ്മുക്കുട്ടിയേ, മോളെ. ഹായ് അപ്പൂപ്പ. അപ്പൂപ്പനെ ഞങ്ങൾ നോക്കിയിരിക്കുന്നു. മോള് നിർബന്ധിച്ചോട്ടാ അപ്പൂപ്പൻ വന്നേ. അപ്പൂപ്പൻ ഉടനെ പോകുമോ? എല്ലാം കഴിഞ്ഞിട്ടേ പോവൂ. അപ്പൂപ്പ എന്നാ ഒരു കഥ പറഞ്ഞു അപ്പൂപ്പ.